5 6 8 9 ആര്? വല്ലഭൻ. വല്ലഭൻ. സ്റ്റീമരി എന്താ? സ്റ്റീമരി സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നതല്ലേ? എവിടെയാണ് പഠിക്കുന്നത് സ്റ്റീവ്? നാളെ മിസ് എന്താ പഠിച്ചോണ്ട് വരാൻ പറഞ്ഞേ? ഇളനീർ എന്ന് പറയുന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ. ഏത് മിസ്സാ മലയാളം എടുക്കുന്നത് സ്റ്റീവിന്? ദീപ മിസ്സിന് ഇഷ്ടാ? സൂപ്പർ മിസ്സാ? ഇഷ്ടാ? ക്വസ്റ്റ്യൻ ആൻസർ എത്ര ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്? പൂരിപ്പിക്കുക എന്നുള്ളതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? തെങ്ങ് നൽകുന്ന ശീതള പാനീയമാണ് ഡാഷ്. എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? അല്പം പോലും മായം കലരാത്ത നല്ല ഡാഷ് ആണ് ഇളനീർ. എന്താണ്? പാനീയമാണ്. ഗുഡ്. 11 12 13 15 പാനീയമാണ്. അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ അതിഥികളെ. എന്താ അത്? അതിഥികളെ. കേരളം ഡാഷ് നാടായിരുന്നു. കേരങ്ങളുടെ ഡേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇളനീരിൽ എന്തെല്ലാമുണ്ട്? ഇളനീരിൽ എന്തെല്ലാമുണ്ട്? ഇളനീരിൽ ധാരാളം പോഷക പദാർത്ഥങ്ങളും മധുരവും ലവണങ്ങളുമുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. കൃത്രിമ പാനീയങ്ങൾ കൊണ്ടുള്ള ദോഷമെന്ത്? ദാഹം മാറുകയില്ല. ആൻസർ. ദാഹം മാറുകയില്ല, രോഗങ്ങൾ വരികയും ചെയ്യും. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഏതുതരം രോഗങ്ങൾ വരുമ്പോഴാണ് ഡോക്ടർമാർ ഇളനീർ കുടിക്കുവാൻ പറയുന്നത്? ഛർദി, അതിസാരം വരുമ്പോഴാണ് ഡോക്ടർമാർ ഇളനീർ കുടിക്കാൻ പറയുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് ഡോക്ടർ രോഗങ്ങൾ വരുമ്പോൾ ഇളനീർ കുടിക്കാൻ പറയുന്നത്? എന്താണ്? ലവണങ്ങൾ ധാരാളം അടങ്ങിയ കരിക്കിൻ വെള്ളം കുടിച്ചാൽ ജലനഷ്ടവും ലവണനഷ്ടവും ഒന്നിച്ച് പരിഹരിക്കാനാകും. അതുകൊണ്ടാണ് കരിക്കിൻ വെള്ളം കുടിക്കാൻ ഡോക്ടർമാർ പറയുന്നത്. ഇളനീരും കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം നമുക്ക്? ദോശ ഉണ്ടാക്കാം, ചിപ്സ് ഉണ്ടാക്കാം. എന്തുണ്ടാക്കാൻ പറ്റുക? ജ്യൂസ് ഉണ്ടാക്കാം അല്ലേ? ഗുഡ്.